ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി കുറച്ച് കറൻസി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പൂജ്യങ്ങൾക്ക് വിലയില്ല എന്നുള്ള ആ ഒരു തീം ബേസിലായിട്ട്, തീം ബേസ് അല്ല, അങ്ങനെയുള്ള കുറച്ച് കറൻസീസ് എൻ്റെ ഒരു രാജ്യത്തിലെ കറൻസി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വേറെയും കുറച്ച് കറൻസീസൊക്കെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന യുഗോസ്ലാവിയയിലെ കറൻസീസാണ്. ഡിഫറെൻറ്റ് ഡിനോമിനേഷനിൽ വരുന്ന കറൻസീസാണ്. അപ്പോൾ ഈ ഒരു രാജ്യത്തിലെ കറൻസീസൊക്കെ പൂജ്യങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ ഒരു കറൻസിയൊക്കെ നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിലയും വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കറൻസിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം. യുഗോസ്ലാവിയയിലെ അപ്പോൾ ഇതാണ് യുഗോസ്ലാവിയയിലെ കറൻസീസ്. അപ്പോൾ ഈ ഒരു കറൻസിക്ക് യുഗോസ്ലാവിയയിൽ പറയുന്നത് ദിനറ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഡെനോമിനേഷനിൽ വരുന്ന ഒരുപാട് കറൻസീസ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറൻസിക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ഈ ഒരു കറൻസി ആഡ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഡെനോമിനേഷനിൽ വരുന്നുണ്ട്. അതായത് സംഖ്യകളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമുക്കൊരു തീമാറ്റിക്കായിട്ട് നമുക്ക് ഇത് കളക്ഷൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള തീമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു കറൻസീസും വേറെ കുറച്ച് കൺട്രീസൊക്കെ ഉണ്ട്. ആ ഒരു കൺട്രീസിനെ കുറിച്ചൊക്കെ ഞാൻ തീർച്ചയായും തുടർന്നുള്ള വീഡിയോസിൽ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 50,000 ദിനറ എന്നറിയപ്പെടുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വാല്യൂവിൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു വില മാത്രമാണ് കിട്ടുന്നത്. ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയ ഒരു കറൻസി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തോന്നുന്നു. അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. വിയറ്റ്നാമിലെ ഡോങ് എന്നറിയപ്പെടുന്ന കറൻസി. അതുപോലത്തെ ഒരു വാല്യൂ തന്നെയാണ് ഈ ഒരു കറൻസിക്കും ഇന്ത്യൻ മണിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേഷനിലൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് പൂജ്യങ്ങൾക്ക് ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കറൻസി നമുക്ക് നോക്കി മനസ്സിലായി. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര പൂജ്യങ്ങളുണ്ടെന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7 പൂജ്യങ്ങൾ വരെ ഈ ഒരു കറൻസിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 7 പൂജ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചില കളക്ടേഴ്സ്, അതായത് പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്ന ചിലർ വിചാരിക്കും ഈ ഒരു കറൻസിക്ക് മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ കിട്ടുമെന്നുള്ളത്. ഒരിക്കലുമല്ല. ഈ ഒരു കറൻസിക്ക് ഇന്ത്യൻ മണിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ തുച്ഛമായിട്ടുള്ളൊരു വിലയും കളക്ഷൻ പർപ്പസിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു കറൻസി കളക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വിലയാണ് വരുന്നത്. ഈ ഒരു കറൻസിക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 140 രൂപ മുതൽ 190 രൂപ, 180 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഈ ഒരു കറൻസിൻ്റെ കളക്ഷനിലേക്ക് നേരത്തെ ഞാൻ ആഡ് ചെയ്ത കറൻസിയാണ്. ഇപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് കറൻസി മേടിക്കുന്നില്ല. വേറെ ഡിഫറെൻറ്റ് കൺട്രീസിൽ വരുന്ന ഡിനോമിനേഷനാണ് കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു വില എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഡിനോമിനേഷനിൽ വരുന്ന കറൻസിയൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ വലിപ്പത്തിലായാലും ഈ ഒരു കറൻസിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ കറൻസി ഈ ഒരു കറൻസിയും തമ്മിലുള്ള വലിപ്പങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഈ ഒരു കറൻസിക്കുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയിലൊക്കെ ഈ ഒരു കറൻസി തീമാറ്റിക്കായിട്ട് നമുക്ക് കളക്ഷൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റിയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്നതാണ്. അങ്ങനെയൊക്കെ നമുക്ക് കളക്ഷൻ വേണമെങ്കിൽ ചെയ്ത് വയ്ക്കാം. ഒരുപാട് നല്ല ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് യുഗോസ്ലാവിയയിലെ കറൻസിയെ കളക്ഷൻ ചെയ്യാം. അപ്പോൾ ഒരിക്കലും പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്നവർ വിചാരിക്കരുത് ഈ ഒരു കറൻസിക്ക് പൂജ്യങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ഈ ഒരു കറൻസിക്ക് വലിയൊരു മാർക്കറ്റ് വാല്യൂ, അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിൽ ചിലരൊക്കെ കൺവേർട്ട് ചെയ്തെടുക്കാമെന്നൊക്കെ ചിലരൊക്കെ വിചാരിക്കും. അപ്പോൾ ഒരിക്കലുമല്ല. ഇന്ത്യൻ മണിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഈ ഒരു കറൻസിക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ളൊരു വിലയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു യുഗോസ്ലാവിയയിലെ ഈ ഒരു കറൻസിയുടെ ആ ഒരു ഡിനോമിനേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രോമിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന ഒരുപാട് ഡിനോമിനേഷൻ വരുന്ന, അതായത് പൂജ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കറൻസി തന്നെയാണ് യുഗോസ്ലാവിയയിലെ കറൻസി. അപ്പോൾ ഇതിൽ ചില കറൻസിക്കൊക്കെ നിർത്തലാക്കിയ കറൻസികളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കറൻസി നമ്മുടെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മേടിക്കാറില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പേഴ്സണാലിറ്റി തീം വരുന്നത്, അതായത് ഡിഫറെൻറ്റ് എന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിലൊരു വരുന്നൊരു ഹെഡ് ഫേസ് വേറെയാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. ഇതിൽ വരുന്നൊരു പേഴ്സണാലിറ്റി വരികയാണ്, ഇതിൽ വരുന്നൊരു പേഴ്സണാലിറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു തീമാറ്റിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു യുഗോസ്ലാവിയയിൽ കറൻസി കളക്ഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഡിനോമിനേഷൻ എന്നുള്ള രീതിയിലും ഈ ഒരു കറൻസി കളക്ഷൻ ചെയ്യാവുന്നതാണ്. അല്ലാതെ ഈ ഒരു കറൻസിക്ക് നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ് കിട്ടുന്നത്. കളക്ഷൻ പർപ്പസിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞൊരു വിലയ്ക്കും ഈ ഒരു കറൻസി കിട്ടാം. ചിലപ്പോൾ ചില കറൻസീസ് മാത്രമാണ് ചിലർ വില കൂടുതലായിട്ട് വിൽക്കുന്നത്. അതും എനിക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കറൻസിയുടെ ഡിനോമിനേഷൻ അനുസരിച്ചുള്ള വില നമുക്ക് ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്നവർ തീർച്ചയായും മനസ്സിലാക്കുക. അതുപോലെ തന്നെ യുഗോസ്ലാവിയയിലെ ഈ ഒരു ടൈപ്പ് ഓഫ് കറൻസി നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.